തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഇടതുപക്ഷത്തിന് വേണ്ടി തുടർ വിജയം ലക്ഷ്യമിട്ട് VK പ്രശാന്ത് വീണ്ടും അംഗത്തിലിറങ്ങുമ്പോൾ K മുരളീധരനാണ് UDF-നായി മണ്ഡലം പിടിക്കാൻ ഇറങ്ങുന്നത്. ശ്രീലേഖ BJP-ക്കായി മത്സരിക്കുമ്പോൾ മണ്ഡലം കാത്തിരിക്കുന്നത് ശക്തമായ ഒരു ത്രികോണ മത്സരമാണ്. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റോഷി, വട്ടിയൂർക്കാവ് അവിടെ ത്രികോണ മത്സരം എന്നത് ഉറപ്പാണ്. VKP 2019 ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി അവിടേക്ക് വരുന്നു. പിന്നീട് അത് തുടർന്നുകൊണ്ട് പോകാനും VKPക്ക് കഴിയുന്നു. ആ മണ്ഡലത്തിലുള്ള വ്യക്തിപരമായ മേധാവിത്വമാണ് പ്രതീക്ഷ. K മുരളീധരനെ പോലെ ഒരു ശക്തൻ, ഒരു അധികായൻ മത്സരിക്കാൻ ഇറങ്ങുന്നു. ശ്രീലേഖയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിക്കൊണ്ട് അവിടെ പിടിക്കാൻ ഇറങ്ങുകയാണ് BJPയും. ഈ BJPക്ക് ശക്തമായ ഒരു വോട്ട് ബേസ് തദ്ദേശത്തിലും ലോക്സഭയിലും ഒക്കെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് കൃത്യമായ പ്രതീക്ഷയുമുണ്ട്. ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന മത്സരം അല്ലേ റോഷിപാൽ? അത് ഒരുപക്ഷെ തലസ്ഥാനത്ത് പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് പോരാട്ട ചിത്രം തെളിഞ്ഞത് വട്ടിയൂർക്കാവിൽ മാത്രമാണ്. കേരളമാകെ ഉറ്റുനോക്കുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം K മുരളീധരന്റെ മത്സരത്തിലെ സാന്നിധ്യമാണ്. അതിനൊപ്പം BJP ശ്രീലേഖ എന്ന BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടി മത്സരരംഗത്തുണ്ട്. ഒപ്പം സിറ്റിംഗ് MLA VK പ്രശാന്ത് അവിടെ വീണ്ടും പോരിനിറങ്ങുന്നു. 2011 K മുരളീധരൻ വിജയിച്ചു. 2016 മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മുരളീധരൻ പ്രതിനിധാനം ചെയ്തു. പിന്നീട് വടകരയിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിക്കാൻ പോയി. അവിടെ ബൈ ഇലക്ഷൻ വന്നപ്പോഴാണ് 2019 VK പ്രശാന്തിലൂടെ LDF വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചെടുത്തത്. പിന്നീട് അങ്ങോട്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലുണ്ടായ മുന്നേറ്റം, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലടക്കം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മുരളീധരൻ കഴിഞ്ഞ ഏതാണ്ട് 3-4 വർഷമായി മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തനം. ഒരു സമാന്തരമായി ഒരു ജനപ്രതിനിധി പോലെ തന്നെ മുരളീധരൻ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം VK പ്രശാന്തിന് മണ്ഡലത്തിൽ വലിയ ജനസ്വാധീനമുണ്ട്. ശ്രീലേഖ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് തന്നെയുള്ള ഡിവിഷനിൽ പ്രതിദാനം ചെയ്യുന്നുണ്ട്, അവിടെ കോർപ്പറേഷൻ കൗൺസിലറായി. അങ്ങനെ 3 പേർ തമ്മിൽ മത്സരത്തിനിറങ്ങുമ്പോൾ അവിടെ തീപ്പാറുന്ന പോരാട്ടം ഉറപ്പായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ 21,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം നിലനിർത്തിയത്. അവസാനം 2017 മുരളീധരൻ 7,000-ഓളം വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് പിന്നീട് 14,000-ലേറെ വോട്ടിന് 2019 VK പ്രശാന്തിലൂടെ LDF നേടിയത്. അന്ന് 2ാം സ്ഥാനത്ത് അവിടെ ഉണ്ടായത് K മോഹൻകുമാറാണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥി തള്ളപ്പെട്ടു എന്നതാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തിയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അനുകൂല തരംഗം, സർക്കാരിനെതിരെയുള്ള ജനവികാരം, K മുരളീധരൻ എന്ന കോൺഗ്രസിലെ അധികായന്റെ സാന്നിധ്യം, ഇതാണ് UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ തീപ്പാറുന്ന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറും. മാധു. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. 1,63,000 വോട്ടാണ് അവിടെയുള്ളത്. SIR ഒക്കെ പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് 40,000 വോട്ടിന്റെ കുറവാണ്. തിരുവനന്തപുരത്ത് ഈ പറയുന്ന 3 മണ്ഡലങ്ങളിലും ഒപ്പം തിരുവനന്തപുരം സെൻട്രലിലും എല്ലാം കൃത്യമായി വോട്ട് കണക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ മുന്നണികൾക്ക് എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന കൂട്ടലും കിഴിക്കലും ഒന്നും അവിടെ സാധിക്കുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് പെട്ടിയിൽ വോട്ട് വീഴുമ്പോഴേ അല്ലെങ്കിൽ വോട്ട് എണ്ണിക്കഴിയുമ്പോഴേ ഒരു ചിത്രം കൃത്യമായി കിട്ടുകയുള്ളൂ എന്ന്, അത്രയ്ക്ക് കടുത്ത പോരായിരിക്കും.